അതിനുശേഷം അത് സ്വയം പാർട്ടിക്കാരെ തന്നെ ഏൽപ്പിക്കുക. മുൻ മന്ത്രി AK ബാലൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു മന്ത്രിയാണ് സജി ചെറിയാൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് ലോകത്താകമാനം തന്നെ ഇല്ലാതായ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന അവസാനത്തെ പിടിവള്ളി നഷ്ടപ്പെടാൻ പോകുന്നു എന്നതിൽ നിന്ന് വരുന്ന വിഭ്രാന്തിയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, CPM എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് സാംസ്കാരിക വളർച്ചയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകിയ പാർട്ടിയാണ്. സഖാവ് കൃഷ്ണപിള്ളയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും AKG ഒക്കെ കാണിച്ചു തന്ന വലിയ മാതൃക നമുക്കുണ്ട്. അവരിൽ നിന്നാണ് ഇത് AK ബാലനിലേക്കും സജി ചെറിയാനിലേക്കും ഒക്കെ എത്തുന്നത്. എത്ര വലിയ അധപതനമാണ് ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നത്. വർഗീയത പ്രചരിപ്പിക്കാതെ മനുഷ്യർ തമ്മിലുള്ള ജാതീയമായ വിഭാഗീയത സ്പർദ്ധയാക്കി മാറ്റി, സംഘർഷമാക്കി മാറ്റി, പരസ്പര വിശ്വാസം നശിപ്പിച്ച് വോട്ട് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ്. വേറെ എല്ലാ നിലക്കും വോട്ട് കിട്ടാനുള്ള സാധ്യത അവസാനിച്ചു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവരുടെ വിഭ്രാന്തിയിൽ നിന്ന് ഉളവാകുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ ആളല്ല. അവരാവശ്യം ഞങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി അതിൽ നിന്ന് വല്ല നേട്ടവും കൊയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അതിൽ ഞങ്ങൾ വഴിപ്പെടാൻ നിൽക്കുന്നില്ല. ആ ചതിക്കുഴിയിൽ വീഴാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഇതിനൊന്നും മറുപടി പറയാൻ വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ജയിച്ച സ്ഥാനാർത്ഥികളുടെ പേര് നോക്കിയിട്ട് കാര്യങ്ങൾ നിശ്ചയിക്കണമെന്ന് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രി പറയുമ്പോൾ കേരളം ഇക്കാലം അത്രയും നേടിയ സാമൂഹ്യ വളർച്ചയുടെ അർത്ഥം എന്താ? അതാരാണ് കൊണ്ടുപോയി നശിപ്പിക്കുന്നത്? ഈ പേര് നോക്കിയിട്ടാണോ ജനാധിപത്യം നിശ്ചയിക്കുന്നത്? ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളിടത്ത് BJP വിജയിക്കുന്നു എന്നാണ് കാസർഗോഡിനെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുന്നത്. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാ? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ CPMകാരാണോ? ബുദ്ധിയുള്ളവരല്ലേ? കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തും കാസർഗോഡ് മണ്ഡലത്തിലൊക്കെ UDF ഒന്നാം കക്ഷിയും BJP രണ്ടാം കക്ഷിയാണ്. BJP ഭരിക്കുന്ന ധാരാളം പഞ്ചായത്തുകൾ നേരത്തെ കാസർഗോഡുണ്ട്. അതിൽ കുറേ എണ്ണം അവർ നിലനിർത്തി, കുറേ എണ്ണം UDF പിടിച്ചു. അതറിയാതെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം എത്ര BJPക്കാരും ജയിച്ചിട്ടുണ്ട്? വർഗീയത വളരുന്നതിന് തടസ്സം ലീഗ് തന്നെയാണ്. ലീഗിനെ പോലെ സാമുദായിക സൗഹാർദ്ദത്തിനും പരസ്പര ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് സംയമനം പാലിച്ച് നിർണായക ഘട്ടങ്ങളിൽ മഹത്തായ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ലീഗ്. അത് മറച്ചു വെച്ചുകൊണ്ട് സജി ചെറിയാനല്ല, ബാലനല്ല, സഖാവ് പിണറായി പറഞ്ഞാൽ പോലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്.